കൊച്ചിയിൽ CPOയെ ഭീഷണിപ്പെടുത്തി SI അടക്കമുള്ളവർ പണം തട്ടിയ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ്. ഒളിവിലുള്ള SI ബൈജുവിനായി മറ്റു ജില്ലകളിലേക്കും പരിശോധന വ്യാപിപ്പിച്ചു. കേസിൽ സ്പാ ജീവനക്കാരി രമ്യ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. രാഗിൻ ചേർന്നു വിശദാംശങ്ങളുമായി. രാഗിൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. CPOയെ ഭീഷണിപ്പെടുത്തി SI അടക്കമുള്ളവർ പണം തട്ടിയ സംഭവം വലിയ ചർച്ചയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ ഇതിനോടകം അറസ്റ്റിലായിട്ടുണ്ട്. ഒന്ന് ഷിഹാം, അതോടൊപ്പം തന്നെ രമ്യയെ കഴിഞ്ഞ രാത്രിയാണ് അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനം 1-ാം പ്രതിയായിട്ടുള്ള SI ബൈജു ആണ്. ബൈജു ഒളിവിലാണ്. ബൈജുവിനായി പോലീസ് സംഘം ഇപ്പോൾ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. മറ്റ് ജില്ലകളിലേക്കൊക്കെ പാലാരിവട്ടം പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇവരുടെ അടക്കം മൊഴികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ചില കാര്യങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. എറണാകുളം കൊച്ചി സിറ്റി ലിമിറ്റിലെ മറ്റൊരു സ്റ്റേഷനിലെ CPO ഒരു സ്പായിൽ പോകുന്നു, അവിടെ മസാജിങ് നടത്തുന്നു, അതിനുശേഷം മടങ്ങുന്നു. അപ്പോഴാണ് ഈ രമ്യ വിളിക്കുന്നത്. തൻ്റെ മാല കാണാതെ പോയി, മാലയ്ക്ക് പകരം പണം നൽകണം, 6.5 ലക്ഷം രൂപ നൽകണം, അല്ലെങ്കിൽ മാല തിരിച്ചു നൽകണമെന്ന്, അല്ലെങ്കിൽ കേസ് നൽകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ CPO പറഞ്ഞു അത് കേസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോ, തൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, താൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വ്യാജ പരാതി ഉന്നയിച്ചു എന്നതാണ് ഇപ്പോൾ ബോധ്യമാകുന്നത്. ഈ ഘട്ടത്തിൽ ഷിഹാമിനെ കൂടി ഇടപെടുത്തിക്കൊണ്ട് വീണ്ടും പണം ചോദിക്കുന്നു. മാത്രമല്ല വീട്ടിൽ അറിയിക്കുമെന്നും പറയുന്നു. അതിനുശേഷമാണ് SI വരുന്നത്. അങ്ങനെ ഭീഷണിപ്പെടുത്തി 4 ലക്ഷത്തോളം രൂപയാണ് ഈ CPOയിൽ നിന്ന് വാങ്ങുന്നത്. SIക്കെതിരെ നേരത്തെ നടപടി ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ SIക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുകയാണ്. അങ്ങനെ ഈ പോലീസുകാരനെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന രീതിയിൽ SI അടക്കം ഉള്ള ഒരു സംവിധാനം വന്നത് വലിയ ചർച്ചയാകുകയും പോലീസിനകത്ത് തന്നെ വലിയ ഒരു വിവാദമാവുകയും ഒക്കെ ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ഇതിൽ അന്വേഷണം ഇപ്പോൾ മുറുകുകയാണ്. ശരി, രാഗിനാണ് വിശദ വിവരങ്ങൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് പോകുന്നു.